സെലിൻ, ഈ ഫയൽസ് ഒന്നും കംപ്ലീറ്റ് അല്ലല്ലോ, എല്ലാം പെൻഡിംഗ് ആണല്ലോ. ആദിയുടെ ശബ്ദം ക്യാബിനിൽ മുഴങ്ങി. സെലിനെ നിർത്തിപ്പൊരിക്കുകയാണ്. സെലിൻ ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിൽക്കുന്നു. എന്തെങ്കിലും പറയുമ്പോൾ താൻ തറയിൽ നോക്കി നിൽക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല സെലിൻ. കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കാതെ എന്തെങ്കിലും മറുപടി പറയൂ. അത് സാർ, ലക്ഷ്മി 2 ദിവസം ലീവായിരുന്നതുകൊണ്ട് കുറച്ച് വാക്ക് കൂടുതൽ ചെയ്യേണ്ടി വന്നു. അതാ ഇന്നത്തെ ഫയലുകൾ കംപ്ലീറ്റ് ആകാത്തത്. സെലിൻ വിറയലോടെ പറഞ്ഞു. അതെ, ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥയില്ലാത്ത ഒരാളും ഇങ്ങോട്ട് വരഞ്ഞുമെന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ സെലിന്? യെസ് സാർ. ഓക്കെ, ദാ ഇതൊക്കെ വേഗം കംപ്ലീറ്റ് ചെയ്. ആദി ഫയൽ മേശപ്പുറത്ത് വെച്ച് സെലിനോട് പറഞ്ഞു. സെലിൻ ഫയൽ എടുത്ത് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ ആദി വീണ്ടും വിളിച്ചു. സെലിൻ, ഒന്ന് നിക്ക്. താൻ പോകുമ്പോൾ ആ ലക്ഷ്മിയോട് ഇങ്ങോട്ട് വരാൻ പറ. സെലിൻ പുറത്തിറങ്ങി. 18-ാം വയസ്സിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അന്നുമുതൽ തുടങ്ങിയ പോരാട്ടമാണ് ആദിത്യ മേനോൻ എന്ന ആദിയുടേത്. മുത്തശ്ശന്റെ സഹായത്തോടെ കമ്പനി കാര്യങ്ങൾ ഏറ്റെടുത്തു. ആദി കമ്പനി ഭരിക്കാൻ പ്രാപ്തനാണെന്ന് കണ്ട മുത്തശ്ശൻ എല്ലാം അവനെ ഏൽപ്പിച്ചു. അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായി മുല്ലശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ലോകശ്രദ്ധ ആകർഷിച്ചു. മേ ഐ കമിൻ സർ? ലക്ഷ്മിയുടെ ശബ്ദം. യെസ്, കമിൻ. സാർ വരാൻ പറഞ്ഞെന്ന് സെലീൻ പറഞ്ഞു. എന്താണ് സാർ കാര്യം? കാര്യം എന്താണെന്ന് തനിക്കറിയില്ലേ? ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിനോട് കുറച്ചെങ്കിലും കമ്മിറ്റ്മെന്റ് വേണ്ടേ? താൻ എന്തിനാണ് വൈദ്യനെ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കുന്നത്? എത്ര വർക്ക് പെൻഡിംഗ് ആണെന്ന് തനിക്കറിയാമോ? പറ്റിയില്ലെങ്കിൽ റിസൈൻ ചെയ്തിട്ട് പോണം, വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. ആദി ടേബിളിൽ ശക്തിയായി ഇണ്ടിച്ചു. അത് സാർ, അമ്മയ്ക്ക് തീരെ വയ്യ. ഇനി ലീവ് എടുക്കാതിരിക്കാൻ ശ്രദ്ധിച്ചോളാം സാർ. ശ്രദ്ധിച്ചാൽ തനിക്ക് കൊള്ളാം. ഇനി റിസിഗ്നേഷൻ ലെറ്ററുമായിട്ട് ഇങ്ങോട്ട് വണ്ടാ മതി, കേട്ടല്ലോ? യു മേ ലീവ് നൗ. പിന്നെ പോകുമ്പോൾ ജൂഹിയോടൊന്ന് വരാൻ പറയൂ. ലക്ഷ്മി ആദിയുടെ ക്യാബിനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സെലിൻ അവൾക്കടുത്തു വന്നു. വയറു നിറച്ചും കെട്ടിയല്ലേ മോളെ? എനിക്കും കിട്ടി. ആ, കിട്ടി. ഇങ്ങരെന്തു മുരടനാണ്. മറ്റുള്ളവരുടെ ഫീലിംഗ്സ് മനസ്സിലാക്കാൻ പോലും ശ്രമിക്കുന്നില്ലല്ലോ. ലക്ഷ്മി സങ്കടത്തോടെ പറഞ്ഞു. അതെങ്ങനെയാ? വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവർക്ക് നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ എങ്ങനെ മനസ്സിലാവാനാ? സെലിൻ ആശ്വസിപ്പിച്ചു. ഇയാളെ കെട്ടുന്ന പെണ്ണിന്റെ കഷ്ടകാലമല്ലാണ്ട് എന്താ? ഇരുവരും ചിരിച്ചുകൊണ്ട് തങ്ങളുടെ ജോലിയിലേർപ്പെട്ടു. ഒരു ഞായറാഴ്ച ദിവസം. ലക്ഷ്മി കുറച്ചു വൈകിയാണ് എഴുന്നേറ്റത്. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മയോടൊപ്പമാണ് അവൾ കിടക്കുന്നത്. തലേ ദിവസം നെഞ്ചുവേദനയാണെന്ന് അമ്മ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അമ്മ ഉറങ്ങുന്നതുവരെ കാത്തിരുന്ന് ഏകദേശം 2 മണിയായപ്പോഴാണ് ലക്ഷ്മി ഉറങ്ങിയത്. എഴുന്നേറ്റപ്പോൾ അമ്മ നല്ല ഉറക്കത്തിലാണ്. പാവം അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. അവൾ അടുക്കളയിലേക്ക് പോയി ചായയുമായി തിരികെ എത്തി. അമ്മേ, എഴുന്നേറ്റ് ചായ കുടിച്ചിട്ട് കിടക്കാ. അമ്മേ, ഇന്നലെ നേരം വൈകി ഒന്നും കഴിച്ചില്ലല്ലോ. അമ്മയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഒന്നുമില്ലാഞ്ഞിട്ട് അവൾ അമ്മയെ തട്ടി വിളിച്ചു. അമ്മേ, അമ്മേ. അമ്മയുടെ ശരീരം തണുത്തു മരവിച്ചിരുന്നു. കയ്യിൽ നിന്നും ചായക്കപ്പ് താഴെ വീണു. അമ്മേ, കണ്ണു തുറക്കമ്മേ, എന്നെ തനിച്ചാക്കി പോകല്ലേ. അവൾ വാവിട്ട് കരയാൻ തുടങ്ങി. വിവരമറിഞ്ഞ് സെലിൻ ഓടിയെത്തി. ലക്ഷ്മി അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. കുറച്ചു സമയത്തിനു ശേഷം ആദിയും മുത്തശ്ശനും അവിടെയെത്തി. അവരെ കണ്ടതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ആദി പുറത്തേക്ക് മാറി നിന്നു. മുത്തശ്ശൻ അവളെ ആശ്വസിപ്പിച്ചു. ചടങ്ങ് കഴിയുന്നതുവരെ സെലിൻ അവളോടൊപ്പം നിന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം മുത്തശ്ശനും ആദിയും ലക്ഷ്മിയെ കാണാൻ വീട്ടിലെത്തി. മോളെ, നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? നീ ഇങ്ങനെ സങ്കടപ്പെട്ടാൽ പോയവർ തിരിച്ചു വരുമോ? മോൾ നാളെ മുതൽ ഓഫീസിൽ വന്ന് തുടങ്ങണം. ഇവിടെ ഒറ്റയ്ക്കിരുന്ന് മനസ്സ് വിഷമിപ്പിക്കുന്നത് എന്തിനാ? മുത്തശ്ശൻ പറഞ്ഞു. അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. ഡോ, താൻ ഇങ്ങനെ കരയാതെ, ആദി അടുത്തുവന്ന് പറഞ്ഞു. നാളെ മുതൽ താൻ ഓഫീസിൽ വന്ന് തുടങ്ങണം, കേട്ടല്ലോ? ആദി അല്പം ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. ഞാൻ നാളെ മുതൽ വന്നോളാം സാർ. പിറ്റേന്നു മുതൽ അവൾ ഓഫീസിൽ പോകാൻ തുടങ്ങി. ഒരു ദിവസം വൈകുന്നേരം എല്ലാവരും പോയിട്ടും ലക്ഷ്മി ജോലിയിൽ തന്നെയായിരുന്നു. ഡോ, താൻ ഇതുവരെ പോയില്ലേ? ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയ ആദി ചോദിച്ചു. അത് സാർ, കുറച്ചു വർക്ക് പെൻഡിംഗ് ഉണ്ടായിരുന്നു. അത് തീർത്തിട്ട് പോകാമെന്ന് കരുതി. പിന്നെ കാത്തിരിക്കാൻ എനിക്ക് ആരുമില്ലല്ലോ. എന്താണോ ഇത്? ദാ വന്നേ, ഞാൻ തന്നെ വീട്ടിലാത്താം. ബാക്കി വർക്കൊക്കെ നാളെ ചെയ്താൽ മതി. വേണ്ട സാർ. ഒന്നും പറയണ്ട, തന്നോട് വരാനാ പറഞ്ഞേ. അവൾ ബാഗും എടുത്ത് ആദിക്ക് പുറകെ പോയി. കാറിന്റെ പിൻസീറ്റിൽ കയറാൻ ഒരുങ്ങിയ ലക്ഷ്മിയെ ആദി തടഞ്ഞു. ഡോ, ഞാൻ തന്റെ ഡ്രൈവറല്ല, ഫ്രണ്ടിൽ കയറ്. വീട്ടിലെത്തുന്നതുവരെ ഇരുവരും ഒന്നും സംസാരിച്ചില്ല. കാറിൽ നിന്ന് ഇറങ്ങിയ ലക്ഷ്മിയുടെ പുറകെ ആദിയും നടന്നു. സാർ പൊക്കോളൂ, ഞാൻ പൊയ്ക്കോളാം. കുറച്ചു നടക്കണ്ടേ? താൻ തനിച്ചു പോണ്ട, ഞാനും വരാം. ആദി അവളോടൊപ്പം നടന്നു. ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു. അവർ വീട്ടിനടുത്തെത്തിയപ്പോഴേക്കും മഴ ശക്തിയായി പെയ്തു. അയ്യോ സാർ, മഴ! ഇങ്ങോട്ട് കയറി നിൽക്കൂ. ഓ, സാരയില്ലടോ, താൻ അകത്തേക്ക് കയറി വാതിലടച്ചോ. മഴ തോരുമ്പോൾ ഞാൻ പൊയ്ക്കോളാം. ഇവിടുന്ന് സാർ മഴ നനയും. സാർ അകത്തേക്ക് വരൂ, പ്ലീസ്. ആദ്യം അകത്തേക്ക് കയറിയിരുന്നു. അരമണിക്കൂറായിട്ടും മഴ ശക്തമാകുന്നതല്ലാതെ കുറയുന്നുണ്ടായിരുന്നില്ല. സാറ് കട്ടൻ ചായ കുടിക്കുമോ? ഇവിടെ പാലിരിപ്പില്ല, അതാ. ഓ,
കുടിക്കാം. ലക്ഷ്മി ചായയുമായി വന്നു. ആദ്യ അത് വാങ്ങിക്കുടിച്ചു. താങ്ക്സ് ലക്ഷ്മി, ഇപ്പോ തണുപ്പിന് കുറച്ച് ആശ്വാസമുണ്ട്. പെട്ടെന്ന് ആകാശത്ത് വലിയൊരിടി വെട്ടി. ലക്ഷ്മി ഭയന്ന് നിലവിളിച്ചു. എടോ, എന്താ ഇത്? താൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഇടിവെട്ടിയതല്ലേ? എനിക്ക് ഇടിയുടെ ശബ്ദം പേടിയാണ് സാർ. അമ്മയുണ്ടായിരുന്നപ്പോ മിന്നൽ വരുമ്പോൾ ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ച് ഇരിക്കും. അമ്മ എന്റെ ചെവി പൊത്തിപ്പിടിച്ച് എന്റെ പേടി മാറ്റുമായിരുന്നു. അവൾ പൊട്ടിക്കരഞ്ഞുപോയി. അടുത്ത മിന്നൽ പിണർ ആകാശത്തു മിന്നിയപ്പോഴേക്കും ആദ്യം അവൾക്കടുത്തെത്തി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ ചെവി പൊത്തിപ്പിടിച്ച് നെറുകയിൽ തലോടി. അമ്മയില്ലാന്നുള്ള സങ്കടം വേണ്ട. ഈ കണ്ണുകൾ നിറയുന്നത് എനിക്ക് സഹിക്കാനാവില്ല. വീണ്ടും ഇടിയും മിന്നലും മാറി മാറി വന്നു. മഴയുടെ തണുപ്പിലും അവരുടെ ശ്വാസത്തിന് ചൂടുപിടിച്ചു. എപ്പോഴോ അവർക്ക് സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ടു. ആ മഴരാത്രിയിൽ പ്രകൃതി സാക്ഷിയായി അവരൊന്നായിത്തീർന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ താൻ നിലത്താണ് കിടക്കുന്നതെന്ന് ലക്ഷ്മി തിരിച്ചറിഞ്ഞു. തലേദിവസത്തെ കാര്യങ്ങൾ ഓർമ്മ വന്നപ്പോൾ അവളൊന്ന് ഞെട്ടി. ചുറ്റും നോക്കി. ആദ്യയെ കണ്ടില്ല. തന്റെ ശരീരത്തിൽ ബെഡ്ഷീറ്റ് പുതപ്പിച്ചിരിക്കുന്നു. ഓ എന്റെ കൃഷ്ണ, സാറാണ് ബെഡ്ഷീറ്റ് പുതപ്പിച്ചത്. ഞാനിനി എങ്ങനെ സാറിനെ ഫേസ് ചെയ്യും? അവൾക്ക് തലപുരുക്കാൻ തുടങ്ങി. ലക്ഷ്മി ഓഫീസിലെത്തിയപ്പോൾ ആദി എത്തിയിരുന്നില്ല. കുറച്ചു സമയത്തിനു ശേഷം ആദി എത്തി. ലക്ഷ്മി ആദിയുടെ മുഖത്തുപോലും നോക്കിയില്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആദിയുടെ PA ആയ ജൂഹി എല്ലാവർക്കും മധുരം വിതരണം ചെയ്തു. എന്താണ് ജൂഹി വിശേഷം? സുജിത് ചോദിച്ചു. അത് കുറേ നാളായി എന്റെ മനസ്സിൽ കൊണ്ടുനടന്ന ആഗ്രഹം നിറവേറി. സാറിന് എന്നോട് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു. സാർ എനിക്ക് ഗിഫ്റ്റ് തന്ന ഈ ഡ്രസ്സ് കണ്ടോ? ജൂഹി സന്തോഷത്തോടെ പറഞ്ഞു. ഇത് കേട്ട ലക്ഷ്മിയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് ആദ്യ അവിടേക്ക് വന്നു. സാർ, ജൂഹി വിളിച്ചു. ജൂഹി, തനിക്ക് സംസാരിക്കാൻ ഞാൻ സമയം തരാം. ഇപ്പോ ഞാൻ ഇവളോട് സംസാരിച്ചുട്ടോ? ആദ്യ ലക്ഷ്മിയുടെ നേരെ തിരിഞ്ഞു. നീ എന്താണ് എന്നെപ്പറ്റി കരുതിയത് ലക്ഷ്മി? ഒരു പെണ്ണിന്റെ വിലയറിയാത്തവനെന്നോ? സ്വന്തമാക്കിയിട്ട് മറ്റൊരു പെണ്ണിന്റെ പുറകെ പോകുന്നവനാണ് ഞാനെന്നോ? ഇവള് പറയുന്ന കേട്ടിട്ട് നീ വിശ്വസിച്ചു അല്ലേ? സാർ എന്തൊക്കെയായി പറയുന്നേ? ജൂഹി ചോദിച്ചു. ജൂഹി, ഞാൻ നിന്നോട് പറഞ്ഞു തനിക്ക് സംസാരിക്കാൻ സമയം തരാമെന്ന്. ആദി ദേഷ്യപ്പെട്ടു. പിന്നെ ലക്ഷ്മിയോട് കരഞ്ഞു. കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നമായിട്ട് മറക്കാൻ നിനക്ക് പറ്റുമോ? പറയടി. ലക്ഷ്മി മുഖം പൊത്തിക്കരഞ്ഞു. ആദി അവളുടെ കൈകൾ മാറ്റി അവളെ നെഞ്ഞോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് ജൂഹിയുടെ നേർക്ക് തിരിഞ്ഞു. നിന്റെ ബർത്ത്ഡേക്ക് ഞാനൊരു ഗിഫ്റ്റ് തന്നു എന്നത് സത്യമാണ്. അത് 3 വർഷമായിട്ട് എന്നോടൊപ്പം കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന സ്റ്റാഫ് എന്ന നിലയ്ക്കാണ്. അല്ലാതെ എനിക്ക് നിന്നോട് പ്രണയമുണ്ടായിട്ടല്ല. സാർ, എനിക്ക് സാറിനെ ഒത്തിരി ഇഷ്ടമാണ്. ജൂഹി കരഞ്ഞു. സോറി ജൂഹി, എനിക്കതിന് കഴിയില്ല. കാരണം ഈ ആദിയുടെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ലക്ഷ്മി മാത്രമായിരിക്കും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവളെ ഞാൻ എന്റെ സ്വന്തമാക്കിയതാണ്. അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞ് കറിവേപ്പിലെ പോലെ വലിച്ചെറിയാൻ എനിക്കാവില്ല. ആദി ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചു. ജൂഹി ഒഴികെയുള്ളവർ സന്തോഷത്തോടെ കൈയടിച്ചു. 1 മാസത്തിനു ശേഷം ആദി ലക്ഷ്മിയുടെ കഴുത്തിൽ താലി ചാർത്തി. അവരുടെ ആദ്യ രാത്രി. ആദിയുടെ റൂമിൽ കാത്തിരിക്കുകയാണ് ലക്ഷ്മി. ആദി അങ്ങോട്ടേക്ക് വന്നു. എന്താടോ, കാത്തിരുന്ന് ബോറടിച്ചോ? അവൾ ഇല്ലാന്ന് തലയാട്ടി. നീ വാ. അവൻ അവളുടെ കൈ പിടിച്ച് കാറിൽ കയറ്റി. അവർ പോയത് ലക്ഷ്മിയുടെ പഴയ വീട്ടിലേക്കാണ്. ലക്ഷ്മി അത്ഭുതത്തോടെ ആദിയെ നോക്കി. എന്താ, താൻ ഇറങ്ങുന്നില്ലേ? ഇരുവരും വീട്ടിലേക്ക് കയറി. അന്നും പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. ഡോ, തനിക്ക് ഓർമ്മയുണ്ടോ അന്നത്തെ ദിവസം? ഇപ്പോൾ ഈ താലി എന്റെ കഴുത്തിൽ വീഴാൻ കാരണം ആ രാത്രിയല്ലേ സാർ? സാർ എന്നോ? ഇന്ന് നമ്മുടെ വിവാഹം കഴിഞ്ഞ കാര്യം താൻ മറന്നോ? പിന്നെ അന്ന് തന്റെ സമ്മതം പോലുമില്ലാതെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതിൽ എനിക്ക് ഒത്തിരി കുറ്റബോധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിന്നെ ഫേസ് ചെയ്യാൻ എനിക്ക് മടിയായിരുന്നത്. അല്ല, എന്തിനാ ജൂഹിയോട് കുഞ്ഞിന്റെ കാര്യമൊക്കെ പറഞ്ഞേ? അതോ, അന്നത്തെ പരാക്രമത്തിൽ ചിലപ്പോൾ ഈ വയറ്റിനുള്ളിൽ ഒരു ജൂനിയർ ആദിത്യനോ ലക്ഷ്മിയോ ജന്മമെടുത്തിട്ടുണ്ടെങ്കിലോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ നാണത്തോടെ തലതാഴ്ത്തി. അന്ന് നമ്മൾ ഒരു നിമിഷത്തെ വികാരത്തിൽ ഒന്നായി. എന്നാൽ ഇന്ന് എല്ലാവരുടെയും അനുഗ്രഹത്തോടെ, നിന്റെ പൂർണ്ണ സമ്മതത്തോടെ എനിക്ക് നിന്നിൽ അലിഞ്ഞു ചേരണം. ആദ്യം അവളെ ചേർത്ത് പിടിച്ചു. അവളെ കാതുകളിൽ അവൻ മന്ത്രിച്ചു. ഇനി ഒരിക്കലും നിന്നെ ഞാൻ തനിച്ചാക്കില്ല. ഈ മഴ സാക്ഷിയായി ഞാൻ പറയുന്നു. പുറത്തു മഴ നനഞ്ഞ നക്ഷത്രങ്ങൾ അവരെ നോക്കി കണ്ണിറുക്കുന്നുണ്ടായിരുന്നു. മഴയുടെ സംഗീതത്തിൽ അലിഞ്ഞുചേർന്ന് അവർ പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്തുവെച്ചു. അവരുടെ സ്നേഹം ആ മഴത്തുള്ളികൾ പോലെ പവിത്രമായിരുന്നു.